സ്റ്റോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും വത്സല എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കും. ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങളെന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടുത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കും. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റാണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ ിട്ടുണ്ട്. തടവുകളുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. സാർ എന്താ പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ? വയറുനിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം,
കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? ജയിലിൽ AC വേണോ, TV വേണോ, ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രം. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന് സഹായം നേരിടാം. എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയൂ. പാവം കോളർ ആപ്പിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാറിനെ കാണാൻ വക്കീല് വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടിനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ, ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എതിർക്കും. അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് അത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞ? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. എഴുതിയത്? ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം. ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് അടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാനോ പോവും. ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതുവരെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കടവ്
എന്റെ വാച്ച്, ടേപ്പ് റെക്കോർഡറും, പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, എന്താ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. ആ, താൻ പോയി കൈ കഴുകിയിട്ട് വാ. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോരല്ലോ, കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണുകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ. സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി, കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാറും പറയണം, അത് ആൾക്ക് വിറ്റു. വിറ്റില്ല സാർ. ഞാൻ കത്തുപോകും. ഈ പറ, എന്ത് ചെയ്തത്? ചാട്ടുവളയിൽ പഠിക്കാനയച്ചോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോഴാണ് നിന്റെ കളവ് മതി. വാതോ ആ, താനും വയ്ക്കോ. മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിന് എഴുതിയ തന്റെ എല്ലിനെ ഓടിക്കും. ഇറങ്ങിപ്പോ. നിർമ്മൽ, ആ പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജിൽ? സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷ. എന്ത് കുഴപ്പം? തനിക്ക് ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞ എഴുതാൻ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ
കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? നക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല അവളെന്നെ ആവണോ? ഓൺ. മാനവത്തിൽ ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു മാനവങ്ങൾ പാലം ചെയ്യുവാനോ മാത്രമല്ല, ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. ആ ഓട്ടോ മാറ്റണം. KRD അവിടുത്തെ മാറ്റണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി പൂർണ്ണമായി ഞങ്ങൾ സഹകരിക്കുകയാണ്. വാഹനങ്ങളുടെ പ്രത്യേകത വാഹനങ്ങൾ പരസ്പരം ആളുകൾ വലത് ഭാഗം കൂടി നടക്കണം. ലോറി അവിടുത്തെ മാറ്റണം. ടീച്ചറുടെ മുഖത്ത് നീ ആദ്യം ഒഴിക്കോടാ. ഇല്ല സർ, ഞാൻ പറയുന്നത് ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഇല്ല സർ, ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാകണം. വാഹനങ്ങളുടെ മുൻപിൽ ഒന്നും ചെയ്തിട്ട്